അവർക്ക് ആരോഗ്യം വേണം, ശരീരം അതിന് അനുയോജ്യമായിരിക്കണം. ഇവിടെ രണ്ടും ശരിയല്ല. ഭാര്യ വൃദ്ധയാണ്, ഭർത്താവും വൃദ്ധനാണ്. എന്നാൽ സബബുകളില്ലാതെ മറിയം ബീവിക്ക് ഭക്ഷണം കൊടുത്ത റബ്ബേ, ഹുനാലിക അവിടെ വെച്ച് സക്കറിയ നബി ദുആ ചെയ്തു, ഇത് നിനക്ക് സാധ്യമാണല്ലോ റബ്ബേ, എങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തരാനും നിനക്ക് കഴിയുമല്ലോ. അങ്ങനെ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, എനിക്ക് നല്ലൊരു മോനെ വേണമെന്ന് ചോദിച്ചപ്പോ അല്ലാഹു കൊടുത്ത മോനാണ് യഹ്യ അലൈഹിസ്സലാം. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കും. യഹ്യ നബി അലൈഹിസ്സലാം സബബില്ലാതെ കിട്ടിയ മോനാണ്. അസ്ബാബുകൾ മുഴുവനും മുമ്പിൽ അടയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കനം കൂടും, ശരിക്ക് കനം കൂടും. നമുക്ക് ഏതെങ്കിലും ഒരു പ്രതീക്ഷ, മക്കളൊക്കെ നല്ല വരുമാനമുണ്ട്, മക്കളൊക്കെ ജോലിയിലാണ്, പാപ്പ അള്ളാഹു റിസ്ക് തരണെന്ന് ദ്വാരക്കണ ദ്വാരക്കൊന്നും വലിയ പവർ ഉണ്ടാവില്ല. എൻ്റെ കുട്ടി അവിടെ ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങനെ കൊട്ടയിഞ്ഞ് വന്നു എന്ന് വിചാരിക്കുക, എന്നിട്ടുണ്ട് ഒരു ദ്വാ, അതിന് ഭയങ്കര പവറായിരിക്കും അല്ലേ. ആരോഗ്യത്തിന് പോവുകയാണ്, ഇപ്പോൾ കാര്യമായ കുഴപ്പമൊന്നുമില്ല, പഠിച്ചവനെ അസുഖം വലുതും തരരുതേ എന്ന് ചോദിക്കുമ്പോഴൊന്നും വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ചെറുതായിട്ടുണ്ടോന്നൊരു സംശയം ഡോക്ടർ പറഞ്ഞിട്ട് ദ്വാരക്കണ ദുആ ഒരു വേറെ ദുആയാണ്. അതിനാണ് മുൽത്തറായ മനുഷ്യൻ എന്ന് പറയാം. ആ ചോദ്യത്തിന് അല്ലാഹു ഉത്തരം തന്നിരിക്കും. ഹബീബായ നബി തങ്ങളെ അട്ടിയോടിച്ചിട്ട് ത്വായിഫുകാരെ ഹബീബിന്റെ കാലിൽ നിന്ന് ചോര വന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദാസ് എന്ന് പറയുന്ന നീനവക്കാരന്റെ കൂടെ ഹബീബായ നബി തങ്ങൾ ഖർനു സാലിബിന്റെ പാറക്കൂട്ടങ്ങളിൽ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഹബീബ് ഒരു ദുആ ചെയ്തു. ആ ദുആന്റെ ഉത്തരമാണ് ഇസ്രാ മിഅ്റാജ്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ബസ്സി വഹുസ്നി വഹവാനി വഖില്ലത ഹീലതി. പടച്ചവനെ, ഞാൻ ദുർബലനാണ് റബ്ബേ, തന്ത്രങ്ങൾ എൻ്റെ കൈകളിലില്ല റബ്ബേ, ഞാൻ കഴിവില്ലാത്തൊരു മനുഷ്യനാണ് റബ്ബേ, ഞാൻ പ്രയാസത്തിലാണ്. ഇലാ മൻ തകിലുനി, ആരിലേക്കാണ് റബ്ബേ എൻ്റെ വിഷയം നീ ഏൽപ്പിക്കുന്നത്? അം ഇലാ ജബ്ബാരിൻ യതജഹമുനി, എന്നെ അടക്കി ഭരിക്കുന്ന ഒരു ക്രൂരനായ മനുഷ്യനെയാണോ റബ്ബേ നീ എൻ്റെ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്? അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ മുഖത്തിന്റെ പ്രകാശത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്. അഊദു ബിനൂരി വജ്ഹികല്ലദി അശ്റഖത് ബിഹിൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറ അൻ യഹില്ല അലയ്യ ഗളബുക്. അല്ലാഹുവേ, നീ എന്നോട് ദേഷ്യപ്പെടരുത് റബ്ബേ. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, എന്റെ കാലിൽ നിന്ന് ചോര വരുമ്പോ ഭ്രാന്തന്മാരെ കാണുന്ന പോലെ ഖുറശിയായ ഹാഷിമിയായ എന്നെ എന്റെ ഉമ്മയുടെ നാട്ടുകാരിങ്ങനെ ആട്ടി ഓടിക്കുമ്പോ, പടച്ചവനെ, നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല റബ്ബേ, ഞാനത് സഹിക്കാം. നീ എന്നോട് ദേഷ്യപ്പെടരുതേ. ലക്കൽ ഉത്ബാ ഹത്താ തർളാ, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദാത്തിന് മതിവരോളം നിനക്ക് തന്നെയാണ് സ്തുതി, നിനക്ക് തന്നെയാണ് ശുക്ർ, നിനക്ക് മാത്രമാണ് റബ്ബേ നന്ദി. ആ ദുആഇന്റെ ഉത്തരമാണ് ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇസ്രാഇന്റെ ആയത്ത്, സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്തിന്റെ അവസാനം അല്ലാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ് എന്ന് റബ്ബ് ചാല പറയുമ്പോ, നബിയേ, അങ്ങേ എന്താണ് ത്വായിഫുകാർ ചെയ്തതെന്ന് അല്ലാഹു കണ്ടിട്ടുണ്ട് നബിയേ. ഖർനു സാലിബ്, ഇന്ന് ത്വായിഫുകാര് ബൈ റോഡ് വരുമ്പോ ത്വായിഫുകാരുടെ അവരുടെ മീഖാത്താണ് ഖർനു സാലിബ്. ആ ഖർനു സാലിബിൽ എത്തി നിൽക്കുമ്പോ ഹബീബാ നബി തങ്ങൾ ചെയ്ത ദുആ അല്ലാഹു കേട്ടിട്ടുണ്ട്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ് നബിയേ. ഈ ആയത്ത് നോക്കി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ إلى المسجد الأقصى الذي باركنا حوله إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. റജബ് 27 പരിശുദ്ധമായ രാവിൽ ഉമ്മുഹാനി ബീവി എന്ന അവിടുത്തെ കസിൻ സിസ്റ്ററാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി.
ഉമ്മു ഹാനി ബീവിയുടെ വീട്ടിൽ നബി തങ്ങൾ കിടന്നുറങ്ങുന്ന രാത്രിയിലാണ് കഅബാലയത്തിന്റെ അരികത്ത് നിന്ന് ബുറാഖ് എന്ന വാഹനപ്പുറത്ത് പുണ്യ നബിയെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബിനെ കൊണ്ടുപോകുന്നത്. ആ വാഹനം ഒരു സമാവിയായ വാഹനമാണ്, സ്വർഗലോകത്ത് നിന്ന് കൊണ്ടുവന്ന വാഹനമാണ്. എവിടെയാണോ അതിന്റെ കാഴ്ച അവസാനിക്കുന്നത് അവിടെയാണ് അതിന്റെ കുളമ്പ് വെക്കുന്നത്. അങ്ങനെ സ്പീഡിൽ പോകാൻ കഴിയുന്ന ഒരു വാഹനം കൊണ്ട് സെക്കൻഡുകൾ എടുത്ത യാത്രയാണ് ഇസ്രാ മെഹറാജിന്റെ യാത്ര. ഇസ്രാ ഭൂമിയിലാണ്, മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക്. മെഹറാജ് ജെറൂസലേമിലെ ഖുബ്ബത്തുസ് സുഹ്റ എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ സ്വർണ്ണ കുബ്ബ കാണുന്ന മസ്ജിദുൽ അഖ്സന്റെ കൂടെ കാണുന്ന പള്ളിയില്ലേ സ്വർണ്ണ കുബ്ബയുള്ളത്, ആ കുബ്ബയുള്ള പള്ളിന്റെ ഉള്ളിൽ ഒരു പാറയാണ്. ഏകദേശം നമ്മുടെ ഈ ഒരു ഭാഗം, സ്റ്റേജിന്റെ ഈ ഫ്രണ്ട് ഭാഗം, സദസ്സിൽ ഇത്രയും വലുപ്പമുള്ള ഒരു പാറയാണ്. ആ പാറക്ക് ചുറ്റും നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അതിന്റെ മീതയാണ് സ്വർണ്ണ കുബ്ബ. മസ്ജിദുൽ അഖ്സ സ്വർണ്ണ കുബ്ബ അല്ലല്ലോ, മസ്ജിദുൽ അഖ്സ ഒരു ഗ്രേ കറുപ്പ് നിറമാണ്, കുറച്ചൊരു 100-200 മീറ്റർ അപ്പുറത്ത്. പക്ഷെ എപ്പോഴും കാണാൻ ഭംഗിയുള്ളതാകുമ്പോൾ എല്ലാ ചിത്രത്തിലും സ്വർണ്ണ കുബ്ബയെ കാണിച്ചു കൊടുക്കുക. അത് മസ്ജിദുൽ അഖ്സ അല്ല, നബി നിസ്കരിച്ച പള്ളിന്റെ അപ്പുറത്താണ്. ഇത് മെഹറാജ് പോയ പാറ ആ പള്ളിന്റെ ഉള്ളിലാണ്. ആ പാറന്റെ മുകളിൽ അമവി ഭരണാധികാരി അബ്ദുൽ മലിക് ബിൻ മർവാൻ അന്നുണ്ടാക്കിയ ഒരു പള്ളിയാണത്. സ്വർണ്ണക്കുപ്പ് അടുത്ത കാലത്താണ്, 960കളിലാണ് അതിന് സ്വർണ്ണം പൂശിയതെന്ന് പറയും. സലാഹുദ്ദീൻ അയ്യൂബിന്റെ കാലത്ത് ഇതിന് റിനോവേഷൻ നടന്നു. ഒരുപാട് കാലഘട്ടം, വലിയൊരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ് മസ്ജിദുൽ അഖ്സക്ക് അടുത്തുള്ള ഈ ഖുബ്ബത്തുസ് സുഹ്റ പള്ളി. ആ പാറന്റെ മുകളിൽ നിന്ന് ഏഴാകാശങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ എന്തുകൊണ്ട് മക്ക ഇന്ന് പോയില്ല? കഅബാലയം അവിടെയാണ്. 1,00,000 നിസ്കാരത്തിന്റെ കൂലിയാണ് സ്വലാത്തുൻ ഫീഹാ. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം ബിമിഅതി അൽഫി സ്വലാഹ്, 1,00,000 നിസ്കാരത്തിന്റെ സ്ഥാനമാണ്, കൂലിയാണ് അതിന്. അല്ലാഹുമ്മ അക്തുബ്നാ ഫിൽ മസ്ജിദിൽ ഹറാമി സ്വലവാത്തിൻ കസീറ. ഒരുപാട് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാതെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നേരിട്ട് 7 ആകാശങ്ങളിലേക്ക് നബി തങ്ങൾ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? തെളിവ് കൊടുക്കാൻ അവർക്ക് മനസ്സിലാവുന്ന തെളിവ് കിട്ടൂല. നേരെ മറിച്ച് മസ്ജിദുൽ അഖ്സ ഇവർ യാത്ര പോകുന്ന നാടാണ്. ജെറൂസലേം കഴിഞ്ഞാൽ പിന്നെ മെഡിറ്ററേനിയൻ കടലാണ്. മെഡിറ്ററേനിയൻ കടലിന്റെ നടുവിലെ സൈപ്രസ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റലിയാണ്, റോമാണ്, സ്പെയിനാണ്. അങ്ങനെയാണ് കടന്നു പോകാം. യൂറോപ്പിലേക്കുള്ള പടിവാതിലാണ് മസ്ജിദുൽ അഖ്സന്റെ ഭാഗം. അത് യൂറോപ്പാണ്. പിന്നെ അങ്ങോട്ട് യൂറോപ്യൻ കടലല്ലേ, മെഡിറ്ററേനിയൻ കടല്. ആ കടല് കടന്നാൽ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഈസ്റ്റേൺ യൂറോപ്പ്, പിന്നെ അങ്ങ് മിഡിൽ, പിന്നെ അങ്ങ് ഫാർ നോർത്തേൺ രാജ്യങ്ങളൊക്കെ അങ്ങോട്ടാ പോവുക. ആ ഒരു യാത്രയ്ക്ക് അവർ പോകുന്നത് മദീന വഴിയാണ്. മദീന വഴി ജെറൂസലേമിലേക്ക് പോയി പരിചയമുണ്ട്. 20 ദിവസം എടുക്കും പോയി വരാൻ. മസ്ജിദുൽ അഖ്സയ്ക്ക് പോയി എന്ന് പറയുമ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാ മസ്ജിദുൽ അഖ്സയുടെ വാതിലിന്റെ എണ്ണം എത്ര? നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് അല്ലാഹു അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു, ഞാൻ അതിലേക്ക് നോക്കുന്നു. മറുപടി പറയുന്നു. എത്ര ജനല്? തങ്ങൾ എണ്ണം പറഞ്ഞു. എത്ര സ്റ്റെപ്പുകള്? തങ്ങൾ പറഞ്ഞു കൊടുത്തു. എത്ര തൂണുകള്? തങ്ങൾ പറഞ്ഞു കൊടുത്തു. പുറമെ അബൂജഹലെ, നിങ്ങളുടെ കച്ചവട സംഘം, നിങ്ങളുടെ കാരവാൻ മരുഭൂമിയിലുണ്ട്. നാളെ വൈകുന്നേരമാകുമ്പോൾ അവർ മക്കയിലെത്തും. നിങ്ങളുടേത് ബനൂ തമീം ഗോത്രക്കാർ, നിങ്ങളുടെ കച്ചവട സംഘം മറ്റന്നാൾ രാവിലെ ഇവിടെ എത്തും. അവർ പോരുന്ന വഴിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടേത് ഈ നാളെ രാവിലെ ഇവിടെ എത്തിയിരിക്കും. ഓരോ കച്ചവട സംഘത്തെയും നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. പറഞ്ഞ പോലെ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അപ്പൊ കണ്ടുപോയി എന്നുള്ള കാര്യം ഉറപ്പായി. ദുന്യാവിൽ ഇത്ര സ്പീഡിൽ സമയവും സ്ഥാനവും ബാധിക്കാതെ ഒരു യാത്ര നടത്താൻ പുണ്യനബി തങ്ങൾക്ക് സാധ്യമാണെങ്കിൽ അവിടെ അങ്ങോട്ട് പോകുന്ന യാത്രയെ സംബന്ധിച്ച് പറയേണ്ടതില്ല. ദുന്യവിയായ ലോകത്ത് മനുഷ്യന്റെ ഫിസിക്കൽ ഡൈമെൻഷൻസ് ഇതിനെ മുഴുവനും അതിജയിച്ചുകൊണ്ടൊരു യാത്ര ദുന്യാവിൽ നടത്താൻ നബി തങ്ങൾക്ക് സാധ്യമായാൽ അവർക്ക് ഒരു ആക്സസും ഇല്ലാത്ത മലകൂത്തുസ് സമാഇൽ അല്ലാഹു ഏത് വിധേന കൊണ്ടുപോയാലും അവർക്ക് പ്രശ്നമില്ല. കാരണം ദുന്യാവിൽ ഇത് സാധ്യമാണെങ്കിൽ പിന്നെ മെഹറാജിന്റെ കാര്യത്തിൽ പ്രയാസമില്ല. അതുകൊണ്ടാണ് ഇസ്രാ വ്യക്തമായി പറഞ്ഞ പോലെ മെഹറാജ് സൂറത്തുൻ നജ്മിൽ അല്ലാഹു വ്യക്തമായി പറയാതിരുന്നത്. എന്തേ? ദുന്യാവിലെ യാത്ര നിങ്ങൾക്ക് തിരിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് അല്ലാഹുവിന് സാധ്യമാണെങ്കിൽ പിന്നെ എന്തേ അല്ലാഹുക്ക് സാധ്യമല്ലാത്തത്? وما جعلنا الرؤيا التي يريناك إلا فتنة للناس. നമ്മൾ അറിയണം, ഹബീബായ നബിയുടെ ജീവിതത്തിൽ 3 പ്രധാന സംഭവങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഹബീബിന്റെ നുബുവത്ത്,
ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ എന്ന് നബി തങ്ങളോട് പറയുന്ന ആ ആദ്യത്തെ റെവലേഷൻ. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മഹാത്ഭുതം ഇസ്രാ മിഅ്റാജാണ്. മൂന്നാമത്തെ മഹാത്ഭുതമാണ് ഹിജ്റ, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര. ഈ 3 സംഭവങ്ങളാണ് ഹബീബായ നബിയുടെ റിസാലത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ടത്. ഇസ്രാ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും പരിശുദ്ധമായ ഹിജ്റ നടക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹു വിജയത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് യാത്രക്ക് സമയം എടുത്തിട്ടില്ല. പക്ഷേ നബിതങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും തമ്മിൽ സംഭാഷണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കാഴ്ചകൾ നോക്കിക്കാണുന്ന സമയം പുണ്യ നിബിതങ്ങളുടെ ബശരീയത്ത്, നിബിതങ്ങൾ മനുഷ്യരാണ്, നിബിതങ്ങൾക്ക് സമയം ബാധകമാണ്. അവിടെ പുണ്യ നിബിതങ്ങൾ സംസാരിച്ച വിഷയങ്ങൾക്കുള്ള സമയം എടുത്തിട്ടുള്ളൂ, യാത്രക്ക് സമയം എടുത്തിട്ടില്ല. യാത്ര അല്ലാഹു കൊണ്ടുപോയ റബ്ബാനിയായ ഇടപെടലാണ്. അള്ളാഹുവിനെ മനസ്സിലായാൽ പിന്നെ യാത്ര മനസ്സിലാക്കാൻ പറയാം. അള്ളാഹിനെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല. സുബ്ഹാന മനസ്സിലായാൽ അതിനപ്പുറം പറയുന്ന വിഷയം ഈ സുബ്ഹാന എന്ന പരിശുദ്ധമായ വിശേഷണം സാധ്യമായ അള്ളാഹുവിന്റെ ഇടപെടലാണ്. എന്താ അവിടെ പറയാൻ? ഒന്നും പറയാനില്ല. അള്ളാഹ്ക്കത് സാധിക്കുന്നില്ല, സംശയമുണ്ടോ? ഇല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ ആദ്യമായി ഹബീബിന് കുടിക്കാൻ കൊടുക്കുന്ന 2 കപ്പ് വെള്ളം, ഒന്നിൽ മദ്യമാണ്, ഒന്നിൽ പാലാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങളുടെ കൈകളിൽ കൊടുത്തപ്പോൾ ഫഖ്താറൽ ലബൻ, നബി തങ്ങൾ പാല് തിരഞ്ഞെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹുദീതൽ ഫിത്ര, നബിയെ പരിശുദ്ധമായ മനുഷ്യന്റെ പ്രകൃതമാണ് നബിയെ അങ്ങ് തിരഞ്ഞെടുത്തത്. കാരണം പാല് അള്ളാഹു സംവിധാനിച്ചത് അങ്ങനെ തന്നെയാണ്. മൃഗത്തിൽ നിന്ന് കിട്ടുന്നു, നേരെ കുടിക്കുന്നു. കള്ള് അത് മുന്തിരി എന്ന റബ്ബുണ്ടാക്കിയ പഴത്തിൽ നിന്ന് മനുഷ്യൻ ഇടപെട്ട് അതിനെ കേടുവരുത്തി മദ്യമാക്കിയതാണ്, മനുഷ്യന്റെ ബുദ്ധിയെ തകരാറിലാക്കാൻ. അതുകൊണ്ട് അത് ഫിത്രത്തിന്റെ പ്രകൃതിക്ക് വിരുദ്ധമാണ്. മറ്റേത് പ്രകൃതിപരമായ ഭക്ഷണമാണ്. നബിയെ അങ്ങ് തെരഞ്ഞെടുത്തത് നല്ല ഭക്ഷണമാണ്. നോക്കണം, അന്ന് മദ്യം ഹറാമായിട്ടില്ല, പക്ഷേ മദ്യം കാണിച്ചു കൊടുത്തത് ഹറാമാകാൻ പോവുകയാ. മദീന കാലഘട്ടത്തിന്റെ ശേഷമാണ് മദ്യം ഹറാമാകുന്നത്. ആദ്യം ഇറങ്ങുന്ന മദ്യവും ലഹരിയും നിഷിദ്ധമാണ് എന്ന് ഖുർആൻ പറയാൻ തുടക്കം കുറിച്ച ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ثمراتിൻ നഖീലി വൽ അനാബ് ومن ثمرات النخيل والعناب تتخذون منه سكرا ورزقا حسنا. മുന്തിരിയിൽ നിന്നും ഈത്തപ്പഴത്തിൽ നിന്നും മത്ത് പിടിപ്പിക്കുന്നതും നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നുവല്ലോ. മത്ത് പിടിപ്പിക്കുന്ന സഖറൻ, അറബ് ഭാഷ അറിയുന്നത് നെക്കിറയാണ്. റിസ്ഖൻ എന്ന് പറഞ്ഞത് നെക്കിറയാണ്. നെക്കിറയെ വസ്ഫ് ചെയ്തു. എങ്ങനെ? റിസ്ഖൻ, ആ റിസ്ഖിനെ അല്ലാഹു വിശേഷിപ്പിച്ചു റിസ്ഖൻ ഹസന, നല്ല ഭക്ഷണം. പക്ഷെ സഖർ, മദ്യത്തിൽ നിന്ന് വരുന്ന മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നല്ല മത്ത് എന്ന് പറഞ്ഞില്ല. അവിടെ തന്നെ സ്വഹാബത്തിന് പിടികിട്ടി, ഇതിലെന്തോ നന്മയില്ലായ്മയുണ്ട്. നിങ്ങളുടെ മദ്യം നിങ്ങൾക്ക് ദോഷമാണ് എന്ന് അള്ളാഹു പറയാൻ പോകുന്നതിന്റെ ആരംഭമാണിത്. ഈ ആയത്തിന്റെ ആശയം മൻസൂഖാണ്. കാരണം മദ്യ നിരോധനം വന്നിട്ടുണ്ട്. പിന്നീട് 4 സ്റ്റെപ്പിലൂടെയാണ് മദ്യം നിരോധിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ് നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കരുത് എന്നാ പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഒരുത്തം വെറുതെ ഖുർആന്റെ പരിഭാഷയൊക്കെ ഒന്ന് വായിച്ചാൽ ഇസ്ലാം മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടെങ്ങാനും ഈ ആയത്ത് നോക്കി അതിന്റെ വ്യാഖ്യാനം നോക്കാതിരുന്നാൽ എന്താണ് ഈ മൂല്യന്മാർ ഇങ്ങനെ പേടിപ്പിച്ചാൽ ചെയ്യുക? നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നിപ്പോകും. അതിന്റെ പുറത്ത് വേറെ ആയത്ത് വരുന്നുണ്ട്, ഒരിക്കലും തുടരുത്. ആ ആയത്ത് വരുന്നതിന് മുമ്പ് വന്ന ആയത്താണ് ഇത്. മൻസൂഖാൻ, ഇത് ക്യാൻസൽഡ് ആണ് ഇതിന്റെ ആശയം. പിന്നെ അവസാനം പറഞ്ഞ അള്ളാഹുവിന്റെ നിയമമാണ് ഇന്നമൽ ഖംറു വൽ മൈസിർ വല്ലൻസ്വാബു വല്ലസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിജയം വേണമോ മദ്യവും ശകുനം നോക്കലും ബഹുദൈവ ആരാധനയും നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ. ചൂതാട്ടവും ഗാംബ്ലിംഗ് ഇത് ഉപേക്ഷിച്ച് ലഅല്ലകും തുഫ്ലിഹൂൻ, വിജയിക്കണോ തൊടാൻ പാടില്ല എന്ന് പറയും. അത് ലാസ്റ്റ് വന്ന ആയത്താണ്. അതിനു മുമ്പ് ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ, നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബികൾ കുറെ ആൾക്കാർ അതേ നിർത്തി. ചിലർ നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കില്ല, നിസ്കാരം കഴിഞ്ഞ് ഇശാ കഴിഞ്ഞിട്ട് കുടിച്ചിട്ടാണ് കിടക്കുന്നത്. മൂത്രച്ചൂടാന്ന് പറഞ്ഞ് കുടിക്കണ മഹാന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ.
ഹറാമാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ ഒരു മരുന്നും അല്ലാഹു വെച്ചിട്ടില്ല. മാ ജഅലല്ലാഹു ശിഫാഅൻ ഫീമാ ഹറം. അല്ലാഹു ഹറാമാക്കിയതിൽ ഒരു മരുന്നുമില്ല. വെറുതെ പറയാ, കുടിയന്മാർ എന്തെങ്കിലും പറഞ്ഞു കുടിക്കൂലേ, അതിന് പറയണത് മൂത്രച്ചൂടിന് കുടിക്കാന്ന്. പച്ച ഹറാമ് ചെയ്യുക, എന്നിട്ട് ന്യായീകരിക്കും ചെയ്യുക. അല്ലാഹു ഹറാമാക്കിയതിൽ ഒരു മരുന്നും അല്ലാഹു വെച്ചിട്ടില്ല. മനുഷ്യന്മാരുണ്ടാക്കി പറഞ്ഞ എന്ത് ചെയ്യും? അല്ലാഹു മദ്യനിരോധനം നടത്തുന്നതിന്റെ മുമ്പ് നൽകുന്ന സൂചനയാണ് ഇസ്രാ മിഅ്റാജിൽ ഹബീബായ നബി തങ്ങൾക്ക് പാലും ലഹരിയുള്ള മദ്യവും കൊടുത്തപ്പോ തങ്ങൾ മദ്യം തൊടാതെ പാലാണ് കുടിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പുണ്യ നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്തർതൽ ഫിത്റ, നബിയെ പ്രകൃതി ശുദ്ധമായ അല്ലാഹു ശുദ്ധമാക്കി വെച്ച മനുഷ്യന്റെ പ്രകൃതിയോട് യോജിച്ചതാണ് നബിയെ അങ്ങ് കുടിച്ചത്. അത് ഭക്ഷണമാണ്. മുന്തിരി അത് ഹലാലാണ്, മുന്തിരി ജ്യൂസും ഹലാലാണ്. പക്ഷെ അത് കുഴിച്ചിട്ടിട്ട് മദ്യമാക്കി മാറ്റുന്നത്, ഇത് കുഴിച്ചിടാതെ ഫാക്ടറിയിൽ നിന്ന് പല സാധനങ്ങളും ചേർത്തിട്ട് ലഹരിയാക്കുന്നത്, ഇത് മനുഷ്യന്റെ കൈകടത്തലാണ്. അത് വരുന്നിടത്ത് പ്രശ്നമുണ്ട്. അള്ളാഹു നേരിട്ട് തരുന്ന റിസ്ക്കിൽ ഒരു കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്. പുണ്യ നബി തങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ മെസ്സേജ്, ഉമ്മത്തിന് നൽകുന്ന മെസ്സേജാണ് ഇസ്രാ മിഅ്റാജ്. മനസ്സിലാകുമ്പോ ലഹരിയോട് മനുഷ്യൻ നോ പറയേണ്ടത് അനിവാര്യമല്ലേ? നമ്മുടെ സ്കൂളുകളും ക്യാമ്പസുകളിലും ലഹരി അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോഴതിനെതിരെ ജാഗരൂകരാവേണ്ടവരാണ് നമ്മൾ. നമ്മുടെ മക്കള്, അടുത്തൊരു തലമുറ നശിക്കാൻ. മയക്കുമരുന്ന് അടിമപ്പെട്ട ഒരു സമൂഹം 10 കൊല്ലം കഴിഞ്ഞ ഭൂമിന്റെ മുകളിൽ കാണൂല, കാലായിട്ടുണ്ടാവും. അതിനപ്പുറം പോകാൻ തടിക്ക് കഴിയില്ല, ലഹരിക്ക് അടിമപ്പെട്ട. അതുകൊണ്ട് 10 കൊല്ലത്തെ ആയുസുള്ളൂ എന്ന് എഴുതി വെച്ചോട്ടെ. ഡോക്ടർമാർ പറയണം അത്രേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ലിവറും കിഡ്നിയും ഒക്കെ പോയിട്ടുണ്ടാവും. മിനിമം മരിക്കണമല്ലോ എന്ന് പഠിച്ചിട്ടെങ്കിലും നിർത്തിക്കോട്ടെ. കാരണം ഇത് മെഡിക്കൽ സയൻസ് പറയുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹും തുടരുതെന്നാ പറയുന്നത്. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ഒരു സംഘം ആളുകളെ കാണുന്നത്. അവർ വിത്തുകൾ വിതറുന്നുണ്ട്, ഉടനെ കൊയ്തെടുക്കുന്നുണ്ട്, വീണ്ടും വിതറുന്നു, കൊയ്തെടുക്കുന്നു. ആരാണ് കൃഷി ചെയ്യുന്നത്? ഉലൈക ശുഹദാ. നബിയേ, ഇത് അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ശുഹദാഇന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് നബിയേ. അവിടുന്ന് കണ്ടു സല്ലല്ലാഹു